ടെക് ലോകത്തെ വാർത്തകൾ. സോണി സ്മാർട്ട് ഫോൺ വിഭാഗം വിപണിയിൽ വിടുമെന്ന ആശങ്കയിൽ ആരാധകർ. എക്സ്പീരിയ ബ്രാൻഡിന്റെ പ്രവർത്തനം തുടരുമെന്ന് കമ്പനി അറിയിച്ചു. കഴിഞ്ഞ മാസം സോണിയുടെ മൊബൈൽ ഫോണുകളെല്ലാം വിറ്റഴിഞ്ഞതോടെയാണ് ഉപഭോക്താക്കൾക്കിടയിൽ സംശയം പടർന്നത്. സോണിയുടെ എക്സ്പീരിയ 5 സീരീസ് ഫോണുകൾ 2 വർഷം മുമ്പ് കമ്പനി നിർത്തലാക്കിയിരുന്നു. പുതിയ ബജറ്റ് എക്സ്പീരിയ 10 മോഡൽ അടുത്തെങ്ങും വരാനും സാധ്യതയില്ല. വൻതോതിൽ വിൽപ്പനയിടിഞ്ഞതോടെ സോണി സ്മാർട്ട് ഫോൺ വിഭാഗം അവസാനിപ്പിക്കാനുള്ള സാധ്യത ഏറെയാണ്. എന്നാൽ എക്സ്പീരിയ ബ്രാൻഡ് തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായങ്ങളിലൊന്നാണെന്നാണ് സോണി കമ്പനിയുടെ പ്രതികരണം. ഐഫോണിന്റെയും സാംസങ്ങിന്റെയും ബ്രാൻഡ് മൂല്യം വർദ്ധിച്ചതോടെ സോണി എക്സ്പീരിയ ഉൾപ്പെടെ 2000-ൽ വൻ ശക്തികളായിരുന്ന ഫോണുകൾ പിന്നോട്ടുപോയി. 4 വർഷം മുൻപ് LGയും സ്മാർട്ട് ഫോൺ വ്യവസായത്തിൽ നിന്ന് പിന്മാറിയിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓപ്പൺ എഐയും ഐഫോണുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുമെന്ന് റിപ്പോർട്ട്. ഓപ്പൺ എഐയുടെ GPT സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയ iPhone 17 സീരീസ് അടുത്ത മാസം ആദ്യവാരം വിപണിയിലെത്തും. സെപ്റ്റംബറിൽ ആപ്പിൾ പരിചയപ്പെടുത്താൻ ഒരുങ്ങുന്ന ഐഫോൺ ശ്രേണിയിലേക്കടക്കം ഓപ്പൺ എഐയുടെ ഏറ്റവും പുതിയ മോഡലായ GPT-5 ഉൾപ്പെടുത്തിയേക്കുമെന്നാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആപ്പിൾ ഇന്റലിജൻസ് വഴി ഇപ്പോൾ ഐഫോൺ അടക്കമുള്ള ആപ്പിൾ ഉപകരണ ഉടമകൾക്ക് GPT-4 മോഡൽ ഉപയോഗിക്കാം. അതേസമയം iOS 26, ഐപാഡ് OS 26, മാക് OS Tahoe 26 എന്നീ പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് GPT-5 ഉൾക്കൊള്ളിക്കാനാണ് കമ്പനി ഇപ്പോൾ ശ്രമിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഓപ്പൺ എഐ GPT-5 പരിചയപ്പെടുത്തിയത് തന്നെ ആപ്പിൾ ഉപകരണങ്ങളുമായി ഇന്റഗ്രേറ്റ് ചെയ്യാനാണെന്നും പറയപ്പെടുന്നു. US താരിഫിന്റെ അടിസ്ഥാനത്തിൽ ആപ്പിളിന്റെ നിലവിലെ ഉപകരണങ്ങളുടെ കാര്യത്തിലും വില വർധന പ്രതിഫലിച്ചേക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സാംസങ് ഗാലക്സിയുടെ പുതിയ ടാബ് S10 ലൈറ്റ് 5G പുറത്തിറക്കുന്നു. സാംസങ്ങിന്റെ ഇൻഹൌസ് എക്സിനോസ് 1380 പ്രോസസ്സാണ് ടാബിന് കരുത്ത് പകരുന്നത്. കൂടാതെ 6GB റാമും ഉൾപ്പെടും. സാംസങ്ങിന്റെ കസ്റ്റം 1 UI ഇന്റർഫേസ് ആൻഡ്രോയിഡ് 15-ൽ ടാബ്ലറ്റ് പ്രവർത്തിക്കും. ഡിസ്പ്ലേ 3020x2112 പിക്സൽ റെസൊല്യൂഷനും 240 DPI സ്ക്രീൻ ഡെൻസിറ്റിയും ഇതിനുണ്ട്. ഈ ടാബ്ലറ്റിൽ 128GB ഇന്റേണൽ സ്റ്റോറേജ് ഉണ്ടായിരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. സ്റ്റോറേജിനായി സാംസങ് ഒരു മൈക്രോ SD കാർഡ് സ്ലോട്ട് ഉൾപ്പെടുത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. കോറൽ റെഡ്, ഗ്രേ, സിൽവർ എന്നീ 3 കളർ ഓപ്ഷനുകളിൽ ഈ ഡിവൈസ് ലഭ്യമാകും. 45 വാട്ട്സ് ഫാസ്റ്റ് ചാർജിംഗുള്ള 80,000 mAh ബാറ്ററി. ടാബിന്റെ ക്യാമറ വിശദാംശങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. എങ്കിലും ടാബ് S10 ലൈറ്റിന്റെ 5G പ്രവർത്തനക്ഷമമാക്കിയതും വൈഫൈ മാത്രമുള്ളതുമായ പതിപ്പുകൾ ലഭ്യമാക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ടാബിന്റെ ഔദ്യോഗിക റിലീസ് തീയതി സ്ഥിരീകരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. AI ചിപ്പ് കയറ്റുമതിയിൽ ചൈനയിൽ ലാഭത്തിൽ നിന്നും 15% US-ന് നൽകാമെന്ന് NVIDIAയും AMDയും. ചിപ്പുകൾ ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനുള്ള ലൈസൻസ് ലഭിക്കുന്നതിന് വേണ്ടിയാണ് കമ്പനികൾ ഈ വ്യവസ്ഥ അംഗീകരിച്ചത്. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മുൻനിര ചിപ്പ് നിർമ്മാണ കമ്പനികളായ NVIDIAയും AMDയും ചൈനയിൽ വിൽക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചിപ്പുകളിൽ നിന്നുള്ള വരുമാനത്തിന്റെ 15% US സർക്കാരിന് നൽകാൻ സമ്മതിച്ചു. കയറ്റുമതിയുമായി ബന്ധപ്പെട്ട US ഭരണകൂടം നിശ്ചയിച്ച നിയമങ്ങൾ ഞങ്ങൾ കർശനമായി പാലിക്കുന്നുവെന്ന് NVIDIA പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. കഴിഞ്ഞ മാസങ്ങളിലായി NVIDIA H20 ചിപ്പുകൾ ചൈനയിലേക്ക് അയച്ചിട്ടില്ല. പുതിയ നിയമങ്ങൾ US-നെ ചൈനയിലും ആഗോളതലത്തിലും മത്സരക്ഷമത നിലനിർത്താൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 5G സാങ്കേതികവിദ്യയിൽ പിന്നിലായതിനാൽ ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തെ ആധിപത്യം നഷ്ടപ്പെട്ട അനുഭവം US-ന് ഇനി ആവർത്തിക്കാനാവില്ലെന്ന് NVIDIA അഭിപ്രായപ്പെട്ടു. സൈനിക ആവശ്യങ്ങൾക്കോ സൂപ്പർ കമ്പ്യൂട്ടറുകൾ നിർമ്മിക്കാനോ ചൈന AI സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നത് തടയാൻ ലക്ഷ്യമിട്ടാണ് US ചൈനയിലേക്കുള്ള ചിപ്പ് കയറ്റുമതിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. എന്നാൽ കഴിഞ്ഞ മാസം NVIDIA ഈ നിയന്ത്രണങ്ങൾ US പിൻവലിച്ചതായും H20 ചിപ്പുകൾ ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യാൻ അനുമതി ലഭിച്ചതായും പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ NVIDIA ഇതുവരെ ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓപ്പൺ എഐയുടെ GPT-5 എന്ന AI മോഡലിന്റെ പ്രകടനത്തിൽ നിരാശരായ ഉപഭോക്താക്കൾ കൂട്ടത്തോടെ സബ്സ്ക്രിപ്ഷൻ പിൻവലിക്കുന്നതായാണ് റിപ്പോർട്ട്. വ്യാഴാഴ്ചയാണ് ഓപ്പൺ എഐയുടെ GPT-5 എന്ന AI മോഡൽ അവതരിപ്പിച്ചത്. കോഡിംഗ്, റീസണിംഗ്, കൃത്യത, എഴുത്ത്, മൾട്ടി മോഡൽ കഴിവുകൾ എന്നിവയെല്ലാം പഴയ മോഡലുകളേക്കാൾ GPT-5 മികച്ചതാണെന്ന് ഓപ്പൺ എഐ അവകാശപ്പെടുന്നത്. എന്നാൽ GPTയുടെ ഉപഭോക്താക്കളായിരുന്നവർ ഈ നവീകരണ പ്രക്രിയയിൽ അത്ര സംതൃപ്തരല്ല. GPTയുടെ പഴയ മോഡലുകൾ ഓപ്പൺ എഐ നിർത്തലാക്കുകയാണ്. കമ്പനിയുടെ ഈ തീരുമാനത്തിലുള്ള അമർഷം ഉപഭോക്താക്കൾ സമൂഹ മാധ്യമങ്ങളിൽ തുറന്നടിക്കുകയാണ്.
ഊഷ്മളതയും വൈകാരിക ബുദ്ധിയുമില്ലാത്ത ഹ്രസ്വവും കൃത്യവുമായ മറുപടികൾ മാത്രവും നൽകുന്ന GPT-5 മോഡലിന് GPT-4 മോഡലിനെ പോലെ അത്ര മെച്ചമല്ല എന്നാണ് ഉപഭോക്താക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. അതിനാൽ പലരും സബ്സ്ക്രിപ്ഷൻ പിൻവലിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.